അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിശുദ്ധ റമളാൻ അതിൻ്റെ 23-ാം നോമ്പിൻ്റെ പ്രഭാതത്തിലാണ് നമ്മളുള്ളത്. അല്ലാഹു നമുക്ക് സർവ്വവിധ സൗഭാഗ്യങ്ങളും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നാം പറഞ്ഞു തുടങ്ങി വെച്ചത് വിജയം കൊതിക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാകേണ്ട ജീവിത ശൈലികളാണ്. വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകേണ്ട മഹത്തായ ജീവിത നിഷ്ഠകളുണ്ട്. അതിൽ മർമ്മപ്രധാനമായ ഒരു ജീവിത നിഷ്ഠ പരിശുദ്ധ റമളാൻ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. പരിശുദ്ധ റമളാൻ നമ്മെ ആ ജീവിത നിഷ്ഠയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നാം അറിയാതെ നമ്മളിൽ ആ സ്വഭാവം, നമ്മളിൽ ആ രീതി പരിശുദ്ധ റമളാൻ ഇൻജെക്റ്റ് ചെയ്തു തരുന്നുണ്ട്. ഏതാണെന്നറിയുമോ? നമ്മുടെ വൈകാരികതകളെ പിടിച്ചു നിർത്താനുള്ള, നമ്മുടെ വൈകാരികതകളെ മറികടക്കാനുള്ള ശക്തി വിശുദ്ധ റമളാൻ നമുക്ക് നൽകുന്നുണ്ട്. അതുമാത്രമല്ല, നാം റമളാനിലൂടെ ആർജിച്ചെടുക്കുന്ന വിപ്ലവ വീര്യം ഒരു മനുഷ്യനെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന വീര്യമാണ് റമളാൻ നമുക്ക് സമ്മാനിക്കുന്നത്. അതിൽ വളരെ മർമ്മപ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൈകാരികമായ തലങ്ങളിൽ നിന്ന് വിചാരത്തിന്റെ ലോകത്തേക്ക് മാറാൻ നമ്മെ റമളാൻ പാകപ്പെടുത്തുന്നു. സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, ആരാണ് ശക്തിമാൻ, ആരാണ് ശക്തിയുള്ള ആള്, ആരാണ്? നമുക്കെല്ലാവർക്കും അറിയുന്ന ഹദീസാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, അശ്ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. വൈകാരികമായി ദേഷ്യത്തിന്റെ മൂർധിപൽഭാവത്തിൽ നിൽക്കുമ്പോൾ അതിനെ പിടിച്ചു നിർത്തുകയും ആ ദേഷ്യത്തിന്റെ വികാരതയിൽ നിന്ന് മാറി വിചാരത്തിലേക്ക് അവന്റെ ചിന്തയെ മാറ്റുകയും ചെയ്യുന്നുണ്ടോ, അവന്റെ ദേഷ്യത്തെ അടക്കി പിടിക്കാൻ കഴിയുന്നുണ്ടോ, എന്നാൽ അവൻ ശക്തിമാനാണ്. നമ്മുടെ മുമ്പിലുണ്ടാകുന്ന പ്രതിസന്ധികളെയും നമ്മുടെ മുമ്പിലുണ്ടാകുന്ന പ്രയാസങ്ങളെയും നമുക്ക് മറികടക്കണമെങ്കിൽ നമ്മുടെ ഉള്ള് ശക്തിയുള്ളതാവണം, നമ്മുടെ ഉള്ള് പവറുള്ളതാവണം. നമ്മുടെ ഉള്ള് പവറുള്ളതാകണമെങ്കിൽ ഒരേ ഒരു കാര്യം, നമ്മുടെ വൈകാരികതയെ നാം ഓവർകം ചെയ്യാൻ കഴിയണം. പ്രധാനപ്പെട്ട വൈകാരിക കാര്യങ്ങൾ 4 എണ്ണമാണ്. ഒന്ന് ദേഷ്യമാണ്, മറ്റൊന്ന് പേടിയാണ്, ഒന്ന് സ്നേഹമാണ്, മറ്റൊന്ന് ദുഃഖമാണ്. ഈ പ്രധാനപ്പെട്ട വൈകാരിക തലങ്ങളെ ഓവർകം ചെയ്യാൻ കഴിഞ്ഞാൽ പേടിക്കേണ്ട, നമ്മുടെ ഉള്ളിൽ ശക്തിപ്പെട്ടു എന്നാണ് അർത്ഥം. ഏത് വിജയവും നമ്മുടെ കാൽ കീഴിലേക്ക് കമഴ്ന്നു തരും. നമുക്ക് ദുഃഖമുണ്ടാകുമ്പോൾ മാറ്റിവെക്കുക, സ്വിച്ച് ഇട്ട് ഓഫ് ആക്കുന്നത് പോലെ. നമുക്ക് സന്തോഷമുണ്ടാകുമ്പോൾ അതിര് കടക്കാതിരിക്കുക. നമുക്ക് കോപമുണ്ടാകുമ്പോൾ അൺപ്ലഗ് ചെയ്യുക. ഇതിന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരുപാട് പ്രക്രിയകളുണ്ട്. പെട്ടെന്ന് നിയന്ത്രിക്കാൻ കഴിയുന്നതല്ല കോപം. നാം എന്തോ ചെയ്തു പോയതിന് ശേഷമാണ് ആലോചിക്കുക, ഇതൊക്കെ എന്നിൽ നിന്ന് വന്നുപോയല്ലോ. ഇസ്ലാം പഠിപ്പിക്കുന്നു, നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ വേഗം പോയി ഉളൂ എടുക്കുക. നമ്മുടെ കോപത്തെ മറികടക്കാൻ സയന്റിഫിക്കായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വിജയിക്കാൻ ആഗ്രഹമുള്ള ഓരോ ആളുകളുടെയും സ്വഭാവ ഗുണങ്ങളെ നാം എണ്ണിപ്പറയുന്നതിൽ മർമ്മപ്രധാനമായി പറയുന്ന ഒന്ന്, നിങ്ങളുടെ വൈകാരികതയെ തടവിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം.
നാം വൈകാരികത നമ്മളെ തടവിലാക്കരുത്, നാം തടവിലാക്കിയിരിക്കണം. എൻ്റെ ദേഷ്യം എൻ്റെ പ്രവർത്തനത്തെ തടയില്ല, എൻ്റെ സങ്കടം എൻ്റെ സന്തോഷം എൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നല്ല എന്ന രൂപത്തിലേക്ക് നാം പരുവപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ മുമ്പിലുള്ള ഏത് പ്രതിസന്ധിയെയും ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാനുള്ള മനക്കട്ടി നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും. അൽഹംദുലില്ലാഹ്, റമളാൻ നാം അറിയാതെ നമ്മുടെ ഉള്ളിൽ വൈകാരികതയെ തടങ്കലിലാക്കാനുള്ള പല കാരണങ്ങളും നാം അറിയാതെ നമ്മളെ ഇൻജക്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻജക്ട് ചെയ്തതിനെ നാം ഒന്ന് കെട്ടിപ്പടുത്താൽ മതിയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയങ്ങൾ സമ്മാനിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.